മോദിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ഉയർന്നു കേട്ടിട്ടുള്ള പേരാണ് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മോദിക്ക് ശേഷം യോഗി എന്ന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ ഭാഗം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നോക്കൂ, ഞാൻ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. രാഷ്ട്രീയം എനിക്ക് മുഴുവൻ സമയ ജോലിയല്ല. ഞാനൊരു യോഗിയാണ്. ഞാൻ ഇവിടെ എന്റെ ജോലി ചെയ്യുകയാണ്. ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ജോലി ചെയ്യുന്നു. അതിന് വ്യക്തമായ ഒരു സമയപരിധിയുണ്ട്. മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലെത്തിയ ആളുകളിൽ നിന്ന് ആളുകൾ അച്ചടക്കം എന്താണെന്ന് സമൂഹം പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾ കാൽനടയാത്രയ്ക്ക് മാത്രമുള്ളതാണ്. 66 കോടി ആളുകൾ മഹാകുംഭമേളയ്ക്ക് എത്തി. എവിടെയും കൊള്ളയടിക്കലോ ആക്രമണമോ തീവെപ്പോ ലൈംഗിക പീഡനമോ തട്ടിക്കൊണ്ടുപോകലോ ഉണ്ടായില്ല. ഇതൊരു മതപരമായ ശിക്ഷണമാണ്. ആളുകൾ ഭക്തിയോടെയാണ് മഹാകുംഭത്തിന് എത്തിയത്. മഹാസ്നാനത്തിൽ പങ്കെടുത്ത് തുടർ യാത്ര ആരംഭിച്ചു. ഉത്സവങ്ങളോ ആഘോഷങ്ങളോ അതുപോലുള്ള മറ്റേതെങ്കിലും അവസരങ്ങളോ അസഭ്യം പറയുന്നതിനോ ആക്രമണങ്ങൾ നടത്താനോ ഉള്ള വേദിയായി മാറരുത്. നിങ്ങൾക്ക് സൗകര്യങ്ങൾ വേണമെങ്കിൽ അച്ചടക്കം എങ്ങനെ പാലിക്കണമെന്ന് അറിയണം. അറിയില്ലെങ്കിൽ പഠിക്കൂ. റോഡിൽ നമാസ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു യോഗി ആദിത്യനാഥിന്റെ മറുപടി. കൂടാതെ ബുൾഡോസർ നീക്കം തന്റെ നേട്ടമല്ലെന്നും ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇത് ഉത്തർപ്രദേശിന്റെ ആവശ്യമായിരുന്നു. ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ശരിയെന്ന് തോന്നിയാൽ ഞാൻ ചെയ്തു. ആരെങ്കിലും എവിടെയെങ്കിലും കയ്യേറ്റം നടത്തിയാൽ ബുൾഡോസർ ഉപയോഗിച്ച് അതിന് പരിഹാരമുണ്ടാക്കും. ബുൾഡോസർ എങ്ങനെ നന്നായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നതെന്നും മുഖ്യമന്ത്രി തമാശ രൂപത്തിൽ വ്യക്തമാക്കി. അതേസമയം മോദിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നത് ചർച്ച ചെയ്യാനായിരുന്നു നാഗ്പൂർ RSS ആസ്ഥാനത്ത് എത്തിയതെന്നായിരുന്നു ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നത്. സെപ്റ്റംബറിൽ തന്റെ വിരമിക്കൽ അപേക്ഷ എഴുതാൻ RSS ആസ്ഥാനത്തേക്ക് പോയിരിക്കാം മിസ്റ്റർ റാവത്ത് പ്രഖ്യാപിച്ചതാണിത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയും മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരായിരിക്കുമെന്നും അവകാശപ്പെട്ടിരുന്നു. മോദിയുടെ പിൻഗാമി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളായിരിക്കും. RSS അത് തീരുമാനിക്കും. എനിക്ക് മനസ്സിലായതിൽ നിന്ന് സംഘപരിവാർ രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദിയുടെ സമയം കഴിഞ്ഞുവെന്നും അവർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അടുത്ത BJP മേധാവിയെ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ഇതിന് മറുപടിയായി 2029-ൽ മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയായി നമുക്ക് കാണാൻ കഴിയുമെന്ന് ദേവേന്ദ്ര ഫട്നാവിസും മറുപടി നൽകി. മോദി ഞങ്ങൾക്ക് പിതാവിന് തുല്യമാണ്. നമ്മുടെ സംസ്കാരത്തിൽ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ പിന്തുടർച്ചാവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അനുചിതമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് സമയം വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. അത് മുഗൾ സംസ്കാരമാണെന്നും പരിഹസിച്ചു. അത്തരമൊരു നിയമം നിലവിലില്ലെന്നും ആ പ്രായപരിധി കവിഞ്ഞ ഒരു കേന്ദ്ര മന്ത്രിസഭ അംഗമെങ്കിലും ഉണ്ടെന്നും പാർട്ടി പറഞ്ഞു. 80 വയസ്സുള്ള ബീഹാർ നേതാവ് ജിതിൻ റാം മാഞ്ചി മന്ത്രിസഭയിൽ ഉണ്ട് എന്നും ഫട്നാവിസ് ഓർമ്മിപ്പിച്ചു. മോദിക്ക് ശേഷം അമിത്ഷാ അധികാരം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു എന്ന ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമായിരുന്നു നാഗ്പൂരിലും ചർച്ചയായത്. പ്രധാനമന്ത്രിയുടെ നാഗ്പൂർ സന്ദർശനത്തിനും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആസ്ഥാന സന്ദർശനത്തിനു ശേഷം വീണ്ടും ചർച്ച ചൂടുപിടിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.